നമസ്കാരം. നമുക്ക് ഉപയോഗിക്കാവുന്നതും എന്നാൽ നമുക്ക് പാകമല്ല എന്നുള്ള കാരണങ്ങളാലൊക്കെ വസ്ത്രങ്ങൾ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഈ സംസ്കാരത്തിന് ഒരു മാറ്റം കൊണ്ടുവരുവാനും ടെക്സ്റ്റൈൽ വേസ്റ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ സ്റ്റുഡൻറ് ഡെവലപ്മെൻറ്റ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ത്രിഫ്റ്റ് റീസ്റ്റോർ എന്നൊരു പദ്ധതി നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് വേണ്ട ആളുകളിലേക്ക് എത്തിക്കുവാനും സാധിക്കും. ഒപ്പം ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു ഏർണിങ്ങിനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇത് റീസ്റ്റോർ ആണ്. നമ്മുടെ SHന്റെ ത്രിഫ്റ്റ് ഷോപ്പാണ്, ക്ലോത്ത് ത്രിഫ്റ്റ് ഷോപ്പ്. ഇത് റീസ്റ്റോറിൻ്റെ ടീമാണ്. നമ്മളോട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസോ ഫാക്കൽറ്റീസോ അവരുടെ യൂസ് ഡ്രസ്സ് ഇവിടെ സെല് ചെയ്യാൻ വേണ്ടി പറ്റും. സെല് ചെയ്യുമ്പോൾ രണ്ട് ബെനിഫിറ്റ്സ് ആണുള്ളത്. ഒന്ന്, ലോകത്തുണ്ടാകുന്ന ടെക്സ്റ്റൈൽ വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു വലിയൊരു പർപ്പസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമതായിട്ട് സെല് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ 80% പ്രൈസ് അവർക്ക് റിട്ടേൺ ചെയ്യുകയും 20% ഈ സ്റ്റോറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഡൊണേഷന് വേണ്ടിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മുടെ റീസ്റ്റോർ ഒരു ഇൻ ക്യാമ്പസ് ആക്ടിവിറ്റി ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു എക്സ്റ്റൻഷനായിട്ട് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടുന്നുള്ള ഡ്രസ്സ് നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അവിടെ ഒരു സെയിലിനും കൂടെ വെച്ച് അങ്ങനെയാണ് ഇതിനൊരു എക്സ്റ്റൻഷൻ പോകുന്നത്. അവിടെ ആക്ച്വലി നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക്, അത് അവിടെ എല്ലാം ഒരു ഫിക്സഡ് പ്രൈസിൽ ഒരു 150 റേഞ്ചിൽ എല്ലാ ഡ്രസ്സും വെച്ച് നീഡി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പേർപ്പസും കൂടെ ത്രിഫ്റ്റ് സ്റ്റോറിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആസ് എ കോർ ടീമിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇതിനെ റീസ്റ്റോറിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ആസ് എ ത്രിഫ്റ്റ് സ്റ്റോറാണ് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ക്ലോത്ത്സ് വിൽക്കുന്ന സംഭവം. സോ ഇവിടെ ഇതിന് പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സോ ഇപ്പോൾ തൽക്കാലമായിട്ട് SHലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഓപ്പൺ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ പബ്ലിക്കിന് ഇത് ഓപ്പൺ ആയിരിക്കും. സോ ഈ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തിട്ട് ക്ലോത്ത്സ് നമുക്ക് സ്റ്റോർ ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ലഭിക്കേണ്ടത്. അതിനുള്ളിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം നമ്മുടെ ക്ലോത്ത്സ്. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഈ ക്ലോത്ത്സിനെ ഇവിടെ വിൽക്കുന്നു. ആൻഡ് സർ പറഞ്ഞ പോലെ 80% വിൽ ബി ഗോയിങ് ടു ദ സെല്ലർ. പിന്നെ ബാക്കി നമുക്കുള്ളത് കിട്ടുന്നത് 20% സ്റ്റോറിനും ആൻഡ് ഓൾസോ ഫോർ ഡൊണേഷൻ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആസ് എ കോർ ടീം ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ ഗുണങ്ങളുണ്ട് ഇവിടെ നിന്ന്. ലൈക്ക് ഇങ്ങനെ ഒരു ഓൺടർപ്രണർഷിപ്സ് കൊണ്ടുപോകാം, ഒരു ഔട്ട്ലെറ്റ് ഇട്ട് എങ്ങനെയൊക്കെ നടത്താം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ ഡിവിഷൻ ആയിട്ടുള്ള സബ് ഡിവിഷൻ ആയിട്ടുണ്ട്. ലൈക്ക് സ്റ്റോക്ക് മാനേജ്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, പിന്നെ മീഡിയ ഹാൻഡ്ലിംഗ്, എവറിത്തിങ് സബ് യൂണിറ്റ്സ് ആയിട്ടുണ്ട്. സോ അതിനെല്ലാവർക്കും ഓരോ സ്റ്റുഡൻസിനായാലും അതിൻ്റെതായ സ്കിൽ ഡെവലപ്മെന്റും അതിൽ നിന്നോട് ഉണ്ടാവും. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് വർക്ക് എക്സ്പീരിയൻസ് യോർസെൽഫ്. യാ. തേവര കോളേജിലെ 3 ക്യാമ്പസുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ മാസവും നടത്തുന്ന ഈ പരിപാടി ഇതിനോടകം തന്നെ വിദ്യാർത്ഥികളിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകൃതി സംരക്ഷണത്തിനും ഒപ്പം മാലിന്യം കുറയ്ക്കുന്നതിനും ഒരു ഉത്തമ മാതൃക തന്നെയാണ്.